നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഇതുവരെയുള്ള ധാരണകൾ മാറ്റിയെഴുതപ്പെട്ടേക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിക്കരുതെന്നും അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വേണമെന്നുമാണ് ഇപ്പോൾ ശക്തമാകുന്ന അഭിപ്രായം. കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലൊരു വാദം ഉയർന്നു വന്നിരിക്കുന്നത്. 15-ന് ലീഗ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നതിലല്ല കോൺഗ്രസിന്റെ എതിർപ്പ്. പകരം വേങ്ങര മണ്ഡലത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന സാഹചര്യത്തെയാണ് കോൺഗ്രസുകാർ വിമർശിക്കുന്നത്. മുൻ KPCC അധ്യക്ഷൻ VM സുധീരനും മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദും എതിർപ്പുന്നയിച്ചുവെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. പാർട്ടി നേതൃത്വം പറഞ്ഞാൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മത്സരിക്കാൻ തയ്യാറാണെന്ന് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുകയാണെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളെ പാർട്ടി പരിഗണിക്കാൻ സാധ്യതയില്ല. കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ മുൻ MP അബ്ദുസമദ് സമദാനി, KN ഖാദർ, സിറാജ് സൈഡ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. സമദാനിക്കുള്ള മുൻപരിചയം ചർച്ചയിൽ ഗുണമാകുമെന്നാണ് കണക്കുകൂട്ടൽ. സിറാജ് സേട്ടിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ട് ചേരുന്ന ഉന്നതാധികാരി സമിതി യോഗത്തിന് ശേഷമായിരിക്കും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സംവിധായകൻ കമലിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെ പിന്മാറുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് അലിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ എന്നാണ് CPMന്റെ നയം. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.